മതസൗഹാർദ്ദത്തോടെ ജനങ്ങൾ കഴിയുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അന്യസംസ്ഥാനക്കാരെല്ലാം അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും നേതാക്കളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്തരം വിദ്വേഷ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ചരിത്രം മഹാരാഷ്ട്രയ്ക്കാണുള്ളത്. പ്രത്യേകിച്ച് ശിവസേനയ്ക്കും മറ്റും അവകാശപ്പെട്ടതാണ്. മഹാരാഷ്ട്രയുടെ ബി മന്ത്രി നിതേഷ് റാണെ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അപമാനിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് എന്നും ഇവർക്ക് വോട്ട് ചെയ്തതിൽ ഭൂരിപക്ഷവും ഭീകരരാണ് എന്നുമാണ് പുനെയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ റാണെ തട്ടിവിട്ടത്. നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് റാണെ. റാണെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രകോപന പ്രസ്താവന നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് പരിപാടിയുടെ സംഘാടകരോട് മഹാരാഷ്ട്ര പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് റാണയുടെ വിദ്വേഷ പരാമർശം വിവാദമായതിനെ തുടർന്ന് കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം സൗമനസ്യം കാണിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ താരതമ്യം ചെയ്യാനാണ് താൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് തന്റെ വിദ്വേഷ പ്രസംഗത്തെ ന്യായീകരിക്കാനാണ് റാണെ ശ്രമിച്ചത്. ഹിന്ദുക്കൾ മതപരിവർത്തനം നടത്തി മുസ്ലിങ്ങളാകുന്നതും ക്രിസ്ത്യാനികളാകുന്നതും കേരളത്തിൽ കൂടുതലാണ് എന്ന വാസ്തവ വിരുദ്ധമായ പ്രസ്താവനയാണ് ന്യായീകരണം എന്ന നിലയിൽ റാണെ തുടർന്ന് നടത്തിയത്. കേരളത്തെ പറ്റി ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണ് ഉത്തരേന്ത്യയിലെ തലയിൽ ആൾതാമസം കുറവായ നേതാക്കൾ ഇങ്ങനെയൊക്കെ തട്ടിവിടുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ ഒരു സംസ്ഥാനത്തെ മൊത്തം അതേ നാണയത്തിൽ നാണക്കെടുത്തുന്നത് മഞ്ഞ കണ്ണാടി വെച്ച് നോക്കുന്നവൻ ലോകം മുഴുവൻ മഞ്ഞയാണെന്ന് ധരിക്കുന്നത് പോലെ അസംബന്ധമാണ്. വയനാട്ടിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധി യു.പിയിലെ റായ്ബറേലിയിൽ നിന്നും ലോക്സഭയിലേക്ക് 3.9 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. റാണയുടെ വീക്ഷണത്തിലൂടെ നോക്കുകയാണ് എങ്കിൽ അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളവര് ഭീകരന്മാരാണ് എന്ന് പറയേണ്ടി വരില്ലേ? മഹാരാഷ്ട്രയും കേരളവും നല്ല സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. പഴയ കാലത്തെ മലയാളികളുടെ ഗൾഫായിരുന്നു മുംബൈ. ആ നഗരത്തിന്റെ വളർച്ചയിൽ മലയാളികളുടെ വിയർപ്പിന്റെ അംശവും അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നത് ചരിത്രമറിയാവുന്ന ആരും നിഷേധിക്കില്ല. കേരളത്തിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ പേടിച്ചും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പേടിച്ചും ഒന്നുമല്ല ജീവിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉള്ളതിനേക്കാൾ സൗഹാർദ്ദത്തോടെയാണ് വ്യത്യസ്ത മതസമൂഹങ്ങൾ കേരളത്തിൽ കഴിഞ്ഞു പോകുന്നത്. വർഗീയമായി ഭിന്നിപ്പിക്കാൻ ചില രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കാറുണ്ടെങ്കിലും സംസ്ഥാനത്തെ ബാധിക്കുന്നതും എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതുമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീവ്ര മതവാദികളുടെ ശ്രമങ്ങൾ ഒന്നും തന്നെ ജനമനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്നും എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കുമെന്നും പലതവണ തെളിയിച്ചിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. ലോകത്തിന് തന്നെ മാതൃകയായ നിരവധി മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ നാടാണിത്. അവർ ഉത്ബോധിപ്പിച്ച ഒരുമയുടെ സന്ദേശമാണ് ഇന്നും ഈ നാടിന്റെ അടിയൊഴുക്ക്. ഇതൊന്നും മനസ്സിലാക്കാതെ 4 കയ്യടി കിട്ടാൻ വേണ്ടി കേരളത്തെ സംബന്ധിച്ച് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ശുദ്ധ വിവരക്കേട് തന്നെയാണ്. ഭരണഘടനാപരമായ പദവിയിൽ വഹിക്കുന്നതിനാൽ ഈ പ്രസ്താവന നിരുപാധികം പിൻവലിക്കാൻ റാണെ തയ്യാറാവുക തന്നെ വേണം.